സത്യം പറ, നീ അല്ലേ വരച്ചത്? ഞാനമ്മ. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്, സത്യം പറഞ്ഞോണം. നീ അല്ലേ വരച്ചത്? സത്യം ഞാനല്ല. ഇവിടെ പിള്ളേര് പറഞ്ഞല്ലോ നീ വരയ്ക്കുന്ന കണ്ടെന്ന്. അവര് സ്വപ്നം കണ്ടായിരിക്കും. സ്വപ്നം കണ്ടോന്നോ? അവര് പറഞ്ഞല്ലോ നീ വരയ്ക്കുന്നെന്ന്. സത്യം എന്തോന്ന് കൊച്ചിനെ പിടിച്ചിട്ട് ഞെക്കിപ്പിച്ചത്? ഇത് എവളാ വരച്ചത്? അവളാണെന്ന് പറഞ്ഞോ? അവള് കുഞ്ഞാണോ വരച്ചത്? ഞാനല്ലമ്മ. കൊച്ചല്ല വരച്ചത്. അവള് വരച്ചെങ്കിൽ ഇങ്ങനെയല്ല പറയണത്. മക്കളും അല്ല മരുമക്കളും അല്ല, പിന്നെ ആര്? ഞാൻ. നീ അതും ചെയ്യും, അതിനപ്പുറം ചെയ്യും. ആ, എനിക്കറിയാം അടുത്ത എന്നെ പറയാൻ പോണേന്ന്. ഞാൻ വരച്ചാലേ മീശ മാത്രല്ല താടി കൂടെ വരച്ചു നോക്കും. നീ വരയ്ക്കോടി, നീ അതും ചെയ്യും അതിനപ്പുറം ചെയ്യുന്നല്ലേ ഞാൻ പറഞ്ഞത്. എന്റെ അമ്മയ്ക്ക് എന്തോന്ന്? ഞങ്ങളാരും അല്ല വരച്ചത്. പിന്നെ ആരാടി ഇത് വരച്ചത്? ഞാന് ഇപ്പൊ ഇതിവിടെ നിൽക്കുന്നു, കുറച്ച് കഴിഞ്ഞാണ്ടല്ലോ ഞാൻ റോഡിൽ പോയി നിൽക്കും കേട്ടോ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അയ്യേ അമ്മയ്ക്കിത് നാണോ ഇല്ലേ റോഡിലൊക്കെ പോയി നിൽക്കാൻ? എന്റെ അമ്മ ഇത് മായിച്ചേളാ. നാണക്കേടാണ് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ. എനിക്ക് ഒരു നാണക്കേടും ഇല്ല. അമ്മയ്ക്ക് ഒരു നാണക്കേടും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. ഒന്ന് മായിച്ചേളാ. ഞാൻ നാട്ടുകാരുണ്ടാവും, നാണക്കേട് നമുക്ക് തന്നെയാണ്. നാട്ടുകാർ കാണട്ടെ, എന്നെ ഒരു ടിങ്ങിനൊക്കെയാ കാണിക്കുന്നത്. നാട്ടുകാർ കാണട്ടടി. എന്റെ പൊന്നമ്മ ഇത് എന്തോന്ന്? ഇത് പൊന്നമ്മയല്ല, ഭവാനിയമ്മ. എന്റെ അമ്മെങ്കിലും ആവട്ടെ. അമ്മ ഇത് മായിച്ചേളാനുണ്ടാ, നമ്മളല്ല. നീയൊന്നും അല്ലെങ്കിൽ പിന്നെ ആരാടി? നിന്റെ അച്ഛനാണോ? എന്റെ അച്ഛൻ പറഞ്ഞേക്കരുതോട്ടാ. നിന്റെ അച്ഛൻ പറഞ്ഞത് നീ എന്നെ മൂക്കി കയറ്റുമോ? അമ്മയ്ക്ക് ആരെയും പേടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അമ്മ ഇത് മായിച്ചേളഞ്ഞേ. ഞാൻ 10 മിനിറ്റ് കൂടെ സമയം തരാം. അതിനുള്ളിൽ ഇതിനൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഞാൻ ആ ജംഗ്ഷനിൽ പോയി നിൽക്കും. ജംഗ്ഷനിലാ? ആ, ഈ മീശ വെച്ചിട്ടുണ്ടാ? എന്താ അമ്മ ജംഗ്ഷനിൽ പോയി ഈ മീശ വെച്ചോണ്ട് നിക്കണമെന്ന് ആലോചിച്ച് നോക്കിയേ. നീ അങ്ങ് ആലോചിച്ചാൽ മതി, എനിക്ക് ആലോചിക്കാനൊന്നുമില്ല. ഈശ്വരാ. എന്താ എവിടെ പോണു? വീട്ടില്. എന്തിനി? എങ്ങനെ വീട്ടിൽ പോക്കൂടെ? ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? അവളുടെ വീഡിയോ ഇരിക്കുന്നു. ഏത് വീഡിയോ? ഞാൻ അമ്മൂമ്മയുടെ മുഖത്ത് പടം വരയ്ക്കണ വീഡിയോ. പടം വരയ്ക്കണല്ലേ, മീച്ച വരയ്ക്കണ വീഡിയോ. ശിവനടെ ഇരിക്കുന്നു. നീ വരയ്ക്കുന്ന വീഡിയോ അല്ലേ? എന്താ എന്തോ ചേച്ചി ബെറ്റ് വെച്ചിട്ടല്ലേ ഞാനിത് ചെയ്തത്. 500 രൂപ അല്ലേ? അത് തരൂ. നീ കുറച്ച് സമയം എന്താ? അപ്പൊ 500 രൂപ പോരാ. 2000 രൂപ വരാൻ പറ്റുമോ? 2000 രൂപ? എന്തിനാ? അത് പിന്നെ ശിവ എന്നോട് 2000 രൂപയാണ് ചോദിച്ചത്. കോടിക്കണക്കിന് സ്വത്തുള്ള ആളല്ലേ ചേച്ചി. 2000 രൂപ ചേച്ചിക്ക് വിഷയമാണ്. എടാ, ഈ കോടിക്കണക്കിന് സ്വത്തില്ലേ, അതൊരു പേപ്പറിൽ എഴുതി വെച്ചേക്കോ. അത് സ്വത്താണ്. അല്ല എന്റെ കയ്യിൽ കോടിക്കണക്കിന് രൂപ കൊണ്ട് നടക്കുമല്ല. അപ്പൊ അക്കൗണ്ടിൽ എത്ര ഉണ്ട്? അക്കൗണ്ടിൽ ഒരു 100-300 രൂപ ഉണ്ടാവും. അപ്പൊ എനിക്ക് തരാന്ന് പറഞ്ഞ 500 രൂപ അത് വാങ്ങാനല്ലേ അപ്പുറത്തോട്ട് പോകുന്നത്. ഇത്രയും ദാരിദ്ര്യം പിടിച്ചൊരു കോടീശ്വരി എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അടുത്തത് എന്താ? 15 മിനിറ്റ് കഴിഞ്ഞ്. ഇത്ര കിട്ടുന്നോ? എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുമോ? ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. 2000 കൂടുതൽ ഒരു വീട്ടിലേക്ക് എന്റെ സ്വഭാവം മാറും. എന്നാ പിന്നെ ഇപ്പൊ ഒരു ദിയ ചേച്ചി അപ്പുറത്ത് പോയിട്ട് ഇപ്പുറം വരുമ്പോഴത്തേന് 500 രൂപ തരാം. 500 രൂപ ബാക്കി ഞാൻ ഘട്ടം ഘട്ടമായിട്ട് തരാം. ഘട്ടം ഘട്ടമായിട്ട് തരണ്ട, ഫുൾ പേയ്മെന്റ് കിട്ടാണ്ട് ഞാൻ ഒരു കോംപ്രമൈസിനും തയ്യാറില്ല. ചേച്ചി ഒന്ന് സംസാരിക്കുക ചേച്ചി. നിങ്ങളെ ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള പ്രശ്നത്തിൽ ഞാൻ എങ്ങനെയാണ് ഇടപെടുന്നത്? ഇത് മാത്രമല്ല, ഞാൻ ഇടപെട്ടത് കൊളാവും. ചേച്ചിക്ക് ബുദ്ധിയുണ്ട്. എവിടെ പോകുന്നത്? അപ്പുറത്ത് പൊക്കോ. പോട്ടടാ, നീ മാനേജ് ചെയ്യ കേട്ടോ. ശ്രദ്ധിക്കേ. 500 ഇപ്പൊ കൊണ്ടുവരാം. 15 മിനിറ്റ്. 15 മിനിറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഇല്ല? ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. ഞാൻ തരാം. തന്നാ നിനക്ക് കൊള്ളാം. സൂക്ഷിച്ചോണേ, ഭദ്രമായി സൂക്ഷിച്ചോളാം. 15 മിനിറ്റ്.